അങ്ങനെയുണ്ട്. അപ്പോൾ ഹാപ്പി വെഡ്ഡിങ്ങിൽ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഷോ ഇവിടെ പത്മയിൽ കാണാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് പേരുള്ളൂ. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, ദൃശ്യയുടെ ഫാമിലി, അങ്ങനെ കുറച്ച് പേരുള്ളൂ ഹാപ്പി വെഡ്ഡിങ് ഫസ്റ്റ് ഷോ കാണാനായിട്ട്. പക്ഷേ മാറ്റ്നി തൊട്ട് പടം കയറി, അതായത് അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ അന്ന് ഞാനാണെന്നുണ്ടെങ്കിലും ഒരു ലീഡ് റോള് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് പ്രേമം വരെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ക്യാരക്ടർ റോൾസാണ് ചെയ്തത്. ഒരു ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് ഹാപ്പി വെഡ്ഡിങ്ങിലാണ്. അപ്പോൾ അന്ന് എന്നെയും ഓഡിയൻസിന് അത്രയും പരിചയം ആയി വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല, അത്രയും പ്രൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ഇനീഷ്യൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന പോലെ ഓഡിയൻസ് എല്ലാം തന്നെ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ എന്താ പറയുക, വേർഡ് ഓഫ് മൗത്ത് വഴി പടം ഭയങ്കരമായിട്ട് കയറി ഒരു 105 ദിവസം സിനിമ ഓടി. അപ്പം അങ്ങനൊരു ഭാഗ്യം അന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും അതാണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ ഞാൻ സിനിമ കണ്ടേ, ഞാൻ ആ സിനിമ കണ്ടിട്ട് അത് കൊള്ളാടാന്ന് ഒരാളുടെ അടുത്ത് പറയുമ്പോൾ അവർക്കും കാണാനായിട്ട് തോന്നും. അത്രേ ഉള്ളൂ. വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല നമ്മുടെ ഇവിടെ. അധികം എൻ്റർടൈൻമെൻറ്റ്സും പരിപാടികളൊന്നും ഇല്ലല്ലോ. സിനിമയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഫുഡ് അടിക്കാൻ പുറത്ത് പോവുക, ലുലു കാണാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് ബീച്ച് ഏരിയ, ഇതൊക്കെയല്ലേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കും.